90% ആൾക്കാർക്കും എന്തുകൊണ്ടാണ് ജിമ്മിലൊക്കെ പോയിട്ടും വെയിറ്റ് ഒന്നും കുറയാത്തത്? അതായത് 10 പേര് ഡയറ്റ് ആണെങ്കിൽ ഞാൻ ഭയങ്കര മുറ്റാണ്, ഞാൻ ഭയങ്കര ജിമ്മിൽ പോകുന്നുണ്ട്, എൻ്റെ ഫോട്ടോസ് കാണും, സ്റ്റാറ്റസ് കാണും എന്നൊക്കെ പറയുന്ന 10 പേരിൽ സ്റ്റഡീസ് പറയുന്നത് ഒരു 2 പേർക്ക് മാത്രമേ റിസൾട്ട് വരുന്നുള്ളൂ എന്നാണ്. അതെന്താ 2 പേർക്ക് മാത്രം റിസൾട്ട്? ബാക്കിയുള്ള ആൾക്കാർ ഒരാഴ്ച ജിമ്മിൽ പോകും, എന്നിട്ട് ബിരിയാണി കഴിക്കും, ഫ്രൈഡ് ചിക്കൻ കഴിക്കും. ഞാനിന്ന് 30 മിനിറ്റ് ജിമ്മിൽ പോയി കാർഡിയോ ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് എനിക്ക് 5 പരിപ്പോട കഴിക്കാമെന്നൊക്കെ പറയും. ബാക്കിയുള്ള 2 പേരിൽ ഒരാൾക്ക് മാത്രമേ ഈ ബോഡി വെയിറ്റ് നിലനിർത്തി കൊണ്ടുപോകാൻ പറ്റുന്നുള്ളതാണ് പറയുന്നത്, റെസ്റ്റ് ഓഫ് ദെയർ ലൈഫിൽ. ബാക്കിയുള്ള ഒരാളുണ്ടല്ലോ, അയാൾ വെയിറ്റൊക്കെ കുറക്കും, പക്ഷെ ഒരു 6 മാസം കഴിയുമ്പോൾ വീണ്ടും അതേപോലെ വെയിറ്റ് തിരിച്ചു വരും. ചുരുക്കി പറഞ്ഞാൽ 10 പേര് വർക്കൗട്ടും ഡയറ്റും ഒക്കെ ചെയ്യുകയാണെങ്കിൽ അതിൽ 8 പേര് ജിമ്മിൽ പോയി ഫോട്ടോ ഇടുന്നു, പിന്നെ ഡയറ്റ് ചെയ്യുന്നു പറഞ്ഞിട്ട് ഡയറ്റിൻ്റെ ഫോട്ടോ ഇടുന്നു, എന്നിട്ട് ആരും കാണാതെ പോയി ബിരിയാണി കഴിക്കുന്നു. അതുകൊണ്ട് 5 ഈസി ആയിട്ടുള്ള ട്രിക്സ് ഞാൻ പറഞ്ഞുതരാം, എങ്ങനെയാണ് നമ്മുടെ ശരീരഭാരം കുറക്കേണ്ടതെന്നും പക്ഷെ അതേപോലെ തന്നെ റെസ്റ്റ് ഓഫ് യുവർ ലൈഫിൽ നല്ല ഒരു ഫിസീക്ക് എങ്ങനെയാണ് കൊണ്ടുപോകേണ്ടതെന്നും. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പറഞ്ഞല്ലോ, വെറും ഫിസീക്ക് മാത്രം അല്ല ഇതിൻ്റെ ലക്ഷ്യമെന്നും, അതായത് നമ്മൾ നല്ല ഭക്ഷണം കഴിക്കുന്നതും നല്ല എക്സസൈസ് ചെയ്യുന്നതും വെറും ഫിസീക്ക് മാത്രം ഉണ്ടാക്കാനല്ല ഇന്ന് കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. വേണമെങ്കിൽ ഇത് ഐ ബട്ടൺ ഇവിടെ കൊടുക്കാം, ആ ലിങ്ക് റെഫർ ചെയ്താൽ എൻ്റെ ഒരു ഫ്രണ്ട് ചുരുക്കകാലം കൊണ്ട് ജിമ്മിൽ പോയിട്ട് എന്തൊക്കെ മാറ്റങ്ങളാണ് മൈൻഡ് സെറ്റിലും എനർജിയിലും വർക്കിലും പിന്നെ നമ്മുടെ ഇമോഷൻസിലൊക്കെ ഉണ്ടായിട്ടുണ്ട് എന്നുള്ള വിശദമായിട്ട് പറഞ്ഞൊരു വീഡിയോ ഞാൻ ഇവിടെ കൊടുക്കാം. പറഞ്ഞു വരുന്നത് 5 ഈസി ആയിട്ടുള്ള ട്രിക്സ് ആണ്. ട്രിക്ക് നമ്പർ 1, സാധാരണ അളവിൽ ഭക്ഷണം കഴിക്കാം, എന്നിട്ട് ആവശ്യത്തിന് ബോഡിയെ മൂവ് ചെയ്യിപ്പിക്കുക. സാധാരണ അളവിൽ ഭക്ഷണം കഴിക്കുക, എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ചില ആൾക്കാർ ഫാസ്റ്റിംഗ് ചെയ്യും, ചില ആൾക്കാർ കീറ്റോ ഡയറ്റിലേക്ക് പോകും. ഇതിനൊക്കെ അതിൻ്റെതായ ബെനിഫിറ്റ്സ് ഉണ്ടെങ്കിലും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ബാക്കിയുള്ള 2 ആളിൽ ഈ ഒരാളാണ് ഇതൊക്കെ ചെയ്തിട്ട് വെയിറ്റ് കുറച്ച് പക്ഷെ സസ്റ്റൈനബിൾ അല്ല. നമുക്ക് എന്നും ഇങ്ങനെ ഫാസ്റ്റ് ചെയ്യാൻ പറ്റുമോ? നമുക്ക് എന്നും ഇങ്ങനെ ഇറച്ചിയും പച്ചക്കറിയും മാത്രം തിന്നാൻ പറ്റുമോ? കൂടുതൽ ആൾക്കാർക്കും പറ്റില്ല. അങ്ങനെ പറ്റുന്ന ആൾക്കാരുണ്ട്, കൂടുതൽ ആൾക്കാർക്കും പറ്റില്ല. അതുകൊണ്ടാണ് ഞാൻ ഇന്ന് ഈ 5 ട്രിക്സിൽ ഫസ്റ്റ് ട്രിക്ക് എന്ന് പറയുന്നത് ആവശ്യത്തിന് ഭക്ഷണം കഴിക്കാം, ആവശ്യത്തിന് ശരീരത്തെ മൂവ് ചെയ്യിപ്പിക്കാം. ആവശ്യത്തിൻ്റെ ഭക്ഷണം എന്താണെന്ന് എല്ലാവർക്കും അറിയാം. ഞാൻ ഇന്ന് രാവിലെ അരമണിക്കൂർ ട്രെഡ്മിൽ ഓടിയിട്ടുണ്ട്, അതുകൊണ്ട് എനിക്കൊരു 5 പരിപ്പോടെയും ചായയും കഴിക്കാം. ഇതാണ് ആവശ്യത്തിനുള്ള ഭക്ഷണം? അല്ല. ഭക്ഷണത്തെ 2ആയി കാറ്റഗറൈസ് ചെയ്യണം. 1 റിയൽ ആയിട്ടുള്ള ഫുഡ്, 2 അൺറിയൽ ആയിട്ടുള്ള ഫുഡ്. എന്താണ് റിയൽ ആയിട്ടുള്ള ഫുഡ്? ഒന്ന് ചിന്തിച്ച് നോക്കാം. ചോറ് നമുക്ക് കാണുമ്പോൾ മനസ്സിലാവും ഇത് അരിയാണെന്ന് മനസ്സിലാവും, അല്ലേ? ചിക്കൻ കാണുമ്പോൾ മനസ്സിലാവും അത് ചിക്കനാണെന്ന് മനസ്സിലാവും. എന്നാൽ ഐസ്ക്രീം കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും അതിൻ്റെ ഉള്ളിൽ എന്തൊക്കെയാണുള്ളത്. ഒരു കേക്ക് കാണുമ്പോൾ നമുക്ക് ഒരാൾ ആദ്യമായിട്ടൊരു കേക്ക് കാണുകയാണ്, ഇത് എവിടുന്ന് വന്നതാണ്? അതായത് ഭൂമിൻ്റെ അടിയിൽ നിന്ന് ഉണ്ടാക്കിയ സാധനം കൊണ്ടാണോ അല്ല ആനിമൽസിൽ നിന്നാണോ? ഒന്നും നമുക്ക് മനസ്സിലാവില്ല. കുറേ അധികം എക്സാമ്പിൾസ് ഞാൻ പറഞ്ഞുതരാം. അതായത് പേസ്ട്രീസ്, പാസ്താസ്, ക്രോസോൺസ്, യു നെയിം ഇറ്റ്. റൂൾ നമ്പർ 1 നമ്മൾ പറഞ്ഞു വന്നത് ആവശ്യത്തിനുള്ള ഭക്ഷണം കഴിക്കുക. അതേ റൂളിലുള്ളതാണ് ആവശ്യത്തിന് ബോഡിയെ ചലിപ്പിക്കുക. എന്താണ് ആവശ്യത്തിന് ബോഡിയെ ചലിപ്പിക്കുക? അതായത് ഒരു ദിവസം 8000 to 10,000 സ്റ്റെപ്പ് നടക്കുക. 10,000 സ്റ്റെപ്സോ ബ്രോ? 10,000 സ്റ്റെപ്സ് വളരെ ഈസിയാണ്. ഞാൻ പറഞ്ഞുതരാം എങ്ങനെ നടക്കുക. നിങ്ങൾ അതിനായിട്ട് നടക്കാൻ വേണ്ടി പോകുന്നു വേണ്ട. ഓഫീസിലേക്ക് പോവുകയാണെങ്കിൽ നിങ്ങൾ കാറിലോ അല്ലെങ്കിൽ ബൈക്കിലോ പോകുന്ന ആളാണെങ്കിൽ അടുത്ത ബിൽഡിങ്ങിൽ ബൈക്ക് അല്ലെങ്കിൽ കാർ പാർക്ക് ചെയ്യുക, എന്നിട്ട് ഓഫീസിലേക്ക് നടക്കുക. നിങ്ങൾ ഫ്ലാറ്റിൽ താമസിക്കുന്ന ആളാണ്, 6ാമത്തെ ലെവലിലാണ് നിങ്ങളെ വീടെങ്കിൽ 5ാമത്തെ ലെവലിൽ ഇറങ്ങുക ലിഫ്റ്റിൽ, എന്നിട്ട് 6ാമത്തെ ലെവലിലേക്ക് സ്റ്റെപ്പ് കയറാം. എനിവൺ ക്യാൻ ഡു ഇറ്റ്. നിങ്ങൾക്ക് അനങ്ങുന്ന കാലാണെങ്കിൽ ആർക്കും ചെയ്യാൻ പറ്റും. പിന്നെ ഓഫീസിലും ഇതേപോലത്തുള്ള കാര്യങ്ങൾ ചെയ്യുക. അതായത് ഒരു കൊളീഗിനോട് സംസാരിക്കണമെങ്കിൽ നമ്മൾ ചാറ്റ് ചെയ്യാതെ, കുറച്ചപ്പുറം ഇരിക്കുന്ന കൊളീഗ് ആയിരിക്കും, വെറുതെ ചാറ്റ് ചെയ്ത് നോക്കാതെ അങ്ങോട്ട് പോകാൻ, എന്നിട്ട് അവൻ്റെ അടുത്ത് ഇരുന്ന് 2 സംസാരിക്കും. നിങ്ങളെ മൈൻഡും ക്ലിയർ ആവും, ബോഡിയും ക്ലിയർ ആവും. ഇനി നിങ്ങളെ ഫ്ലാറ്റിലല്ല, നിങ്ങളെ സ്റ്റാൻഡ് അലോൺ വീടാണെങ്കിൽ ആ വീടിൻ്റെ ചുറ്റും നടക്കുക. ഇപ്പോൾ ഗേൾഫ്രണ്ടിനൊക്കെ വിളിച്ച് നടക്കുകയാണെങ്കിൽ സോഫമിലിരുന്ന് ഗേൾഫ്രണ്ടിനെ വിളിക്കാതെ വീട്ടിൻ്റെ ചുറ്റും നടന്നിട്ട് എന്ത് ചെയ്യുക? ഗേൾഫ്രണ്ടിനെ വിളിക്കുക. നിങ്ങൾക്ക് ഗേൾഫ്രണ്ട് ഇല്ലേ? ഗേൾഫ്രണ്ട് ഉണ്ടാണെന്ന് നിർബന്ധമില്ലല്ലോ, വീടിൻ്റെ ചുറ്റും ഇങ്ങനെ നടക്കുക, അത്രയാണ്. റൂൾ നമ്പർ 2, ട്രാക്ക് ചെയ്യുക. നിങ്ങളൊരു കാര്യം ആലോചിക്കുക, ഒരു സിനാരിയോ എടുത്ത് നോക്കാം. നിങ്ങൾക്ക് കുറച്ച് പൈസ സേവ് ചെയ്യണം. എങ്ങനെ നിങ്ങൾ പൈസ സേവ് ചെയ്യാം? ആരെങ്കിലും ഇതുവരെ അദ്ദേഹത്തിൻ്റെ ബാങ്ക് അക്കൗണ്ട് നോക്കാതെയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പേപ്പറിൽ എഴുതി വെക്കാതെയോ പൈസ സേവ് ചെയ്തിട്ടുണ്ടോ? അത് നിങ്ങൾക്ക് നോക്കണ്ടേ. എനിക്ക് ഇത്ര ശമ്പളം വന്നിട്ടുണ്ട്, ഇത്ര എനിക്ക് ഇവിടെ ചിലവായി, ഇതിന് ഇത്ര ചിലവായി, അതിന് ഇത്ര ചിലവായി. ഇങ്ങനെ ചെയ്യാതെ ലോകത്തിൽ ആരും തന്നെ ഇതുവരെ പൈസ സേവ് ചെയ്തിട്ടില്ല. ഇതേ പോയിന്റ് നമ്മുടെ ബോഡിക്കും ആപ്ലിക്കബിൾ ആണ്. നമ്മൾ കഴിക്കുന്ന ഭക്ഷണം,
നമ്മൾ മൂവ് ചെയ്യുന്ന കാര്യങ്ങൾ ഇതൊക്കെ മാക്സിമം ട്രാക്ക് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. അതിനായിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഒരുപാട് മൊബൈൽ ആപ്ലിക്കേഷൻസ് ആപ്ലിക്കബിൾ ആണ്. അതായത് നിങ്ങൾ കഴിക്കാൻ പോകുന്ന ഭക്ഷണത്തിൻ്റെ ഒരു ഫോട്ടോ എടുത്താൽ മതി, അത് പറഞ്ഞുതരും നിങ്ങൾക്ക് എത്ര കാലറിയാണ് നിങ്ങൾ ഉള്ളിലേക്ക് കയറ്റുന്നത് എന്നുള്ളത്. അപ്പോൾ എൻഡ് ഓഫ് ദ ഡേ നിങ്ങൾ വാച്ചിലുള്ള കാലറി, ഞാൻ ഇന്ന് ബേൺ ചെയ്ത കാലറി നോക്കുക, ഞാനിന്ന് ഭക്ഷണം കഴിച്ചതിൻ്റെ കാലറി നോക്കുക. സത്യം പറയുകയാണെങ്കിൽ ഓവർ ഈറ്റിംഗ് ആണോ നോക്കാൻ വേണ്ടി ഇങ്ങനെയുള്ള മെഷർമെൻറ്റിൽ മെഷർ ചെയ്യേണ്ട ഒരു ആവശ്യമില്ല. നിങ്ങൾക്ക് തന്നെ അറിയാം നിങ്ങൾ കൂടുതലാണോ കഴിക്കുന്നത് കുറച്ചാണോ കഴിക്കുന്നത്. ഒരു കാര്യം ചെയ്താൽ മതി, കൈ ഇങ്ങനെ എടുത്തിട്ട് നെഞ്ചത്തിങ്ങനെ വെക്കുക, കണ്ണു പൂട്ടാം. ഈസി വേ ഓഫ് ട്രാക്കിംഗ് ആണ്. ഞാൻ ഇന്നലെ ഭക്ഷണം ഓവർ ഈറ്റിംഗ് ആണോ ചെയ്തത് അല്ല നോർമൽ ഈറ്റിംഗ് ആണോ ചെയ്തത്, ഒന്ന് മനസ്സിൽ കൈവച്ചിട്ട് ചോദിച്ചു നോക്കിയാൽ നിങ്ങൾ മനസ്സ് തന്നെ കറക്റ്റ് ട്രാക്ക് ചെയ്ത് നിങ്ങൾ നടന്നതും നിങ്ങൾ പണിയെടുത്തതും പിന്നെ നിങ്ങൾ എത്ര ഭക്ഷണം കഴിച്ചു എന്നുള്ള സബ്ട്രാക്ട് ചെയ്തിട്ട് ട്രാക്ക് ചെയ്തിട്ട് ബാക്കിയുള്ള കാലറി നിങ്ങളെ മൈൻഡ് പറഞ്ഞുതരും. ശരിക്കും യെസ്. റൂൾ നമ്പർ 3 വെരി വെരി ഇമ്പോർട്ടൻറ്റ്, സൂപ്പർ ഇമ്പോർട്ടൻറ്റ്. നിങ്ങൾക്ക് സീക്രട്ടായിട്ട് ചെയ്യാൻ പറ്റും, ആരും കാണാതെ ഒളിഞ്ഞിരുന്ന് റൂമിലിരുന്ന് ചെയ്യാൻ പറ്റും. എന്താണെന്നറിയോ? സ്ലീപ്പ്, ഉറങ്ങുക. ഉറക്കം വളരെ വലിയൊരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണ്. എന്തുകൊണ്ടെന്ന് വെച്ചാൽ ഇന്നലെ രാത്രി ഞാൻ ഉറങ്ങിയിട്ടില്ലെങ്കിൽ സ്റ്റഡീസ് പറയുന്നത് പിറ്റേ ദിവസം നമുക്ക് വിശപ്പ് കൂടുന്നതാണ്. ശരീരത്തിന് ആവശ്യമായ കുറേ കാര്യങ്ങൾ ഉറക്കിലെ കൂടെ നടന്നിട്ടില്ലെങ്കിൽ ഭക്ഷണത്തിലെ കൂടി നടത്താൻ വേണ്ടി ശരീരം ട്രൈ ചെയ്യുമെന്നാണ് സ്റ്റഡീസ് പറയുന്നത്. അതായത് ഞാൻ ഇന്നലെ ഇൻസ്റ്റാഗ്രാം കണ്ടിരുന്നു രാത്രി 2 മണി വരെ. എന്നുവെച്ചാൽ ഞാൻ ഉറങ്ങിയത് 3 മണിക്കാണ്. രാവിലെ എനിക്ക് ഓഫീസ് ഉണ്ടായിരുന്നു, അതുകൊണ്ട് രാവിലെ 7 മണിക്കാണ് എണീച്ച് ഓഫീസിലേക്ക് പോയി. ഇത് സാധാരണയാണ്. പക്ഷെ ഉറക്കം ഫിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈസി വഴിയുണ്ട്. ഫസ്റ്റ് സ്റ്റെപ്പ് ഉറക്കം ഫിക്സ് ചെയ്യാൻ വേണ്ടി നമ്മൾ ചെയ്യേണ്ടത് ട്രൈ ടു ഗെറ്റ് 7 to 8 hours ഓഫ് സ്ലീപ്പ്. എന്നും ഉറങ്ങാൻ പോകുന്ന സമയവും ഉറങ്ങി എഴുന്നേക്കുന്ന സമയവും ഫിക്സ്ഡ് ആക്കി വെക്കാം. നിങ്ങൾ ഇന്ന് 10 മണിക്ക് ഉറങ്ങി രാവിലെ 6 മണിക്ക് എണീക്കുകയാണെങ്കിൽ എന്നും അത് ചെയ്യാം. ഇനി നിങ്ങൾക്ക് നൈറ്റ് ഷിഫ്റ്റ് ആണെങ്കിലും കുഴപ്പമില്ല, രാവിലെ 4 മണിക്ക് വന്ന് കിടന്നുറങ്ങുകയാണെങ്കിൽ കണ്ടിന്യൂസ് ആയിട്ട് 11 മണി വരെയെങ്കിലും ഉറങ്ങാൻ ശ്രമിക്കാം എല്ലാ ദിവസവും ഒരേപോലെ. ഫിക്സ്ഡ് ടൈമിൽ ഉറങ്ങുകയാണെങ്കിൽ നമുക്ക് ബോഡിക്ക് മനസ്സിലാവും, ഇതിന് ഉറങ്ങേണ്ട ടൈമായി, നമുക്ക് പോയിട്ട് ഉറങ്ങാന്ന് പറയും. ശരിക്കും ഫോർ എക്സാമ്പിൾ ചില ആളുകൾ പറയും എനിക്ക് രാത്രി ഉറക്കം വരുന്നേ ഉള്ളൂ. പക്ഷെ അവരോട് ചോദിച്ചു നോക്കി എത്ര മണിക്കാണ് നിങ്ങൾ ഉറങ്ങാൻ കിടക്കില്ലേ? ഉറങ്ങുന്നതിന് തൊട്ട് മുമ്പ് എന്താ ചെയ്യല്? കൂടുതൽ ആൾക്കാരും പറയും ഞാൻ ഇൻസ്റ്റാഗ്രാമൊക്കെ നോക്കി ഇങ്ങനെ ഇരിക്കും, യൂട്യൂബിൽ വീഡിയോ നോക്കിയിരിക്കും. ഉറക്ക് ഇല്ലാതാക്കുന്നത് സ്ക്രീൻ ടൈമിങ് തന്നെയാണ്, പ്രത്യേകിച്ചും ഇന്നത്തെ കാലത്ത്. അതുകൊണ്ട് സ്ക്രീൻ ടൈം ഒരു 7-8 മണിക്ക് ശേഷം സ്ക്രീൻസ് നോക്കാതിരിക്കുക. എന്നാൽ അങ്ങനെ നോക്കുന്നവരാണെങ്കിൽ 12 മണിക്ക് ഉറങ്ങുകയാണെങ്കിൽ രാവിലെ എന്ത് ചെയ്യുക, ഒരു 9 മണി വരെയെങ്കിലും ഉറങ്ങാറുണ്ടാണ്. മിനിമം 7 to 8 hours മേലെയും വേണ്ട, 7 hours താഴെ 6 to 7 ഓക്കെയാണ്. റൂൾ നമ്പർ 4 വെരി ഇമ്പോർട്ടൻറ്റ്. നേരത്തെ പറഞ്ഞതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് തന്നെ ഉള്ള ഒരു റൂളാണ്. ഈ റൂളാണ് റിയൽ ഫുഡ് വേഴ്സസ് നോട്ട് റിയൽ ഫുഡ്. ഒരു ഭക്ഷണം കാണുമ്പോൾ നമ്മളെ മൈൻഡിൽ വരണം, ഇത് സത്യത്തിൽ എനിക്ക് ഭക്ഷണം കഴിക്കാനായി ഉണ്ടാക്കിയ ഫുഡാണോ ഇത്, അല്ല ഇത് ആർട്ടിഫിഷ്യലായിട്ട് ഫാക്ടറിയിൽ നിന്ന് ഉണ്ടാക്കിയ സാധനമാണ്. ഈസി വേ. പാക്കറ്റ്സ് ഫുഡ് നമുക്ക് കാണാമല്ലോ, നമ്മൾ ലേസ്, ക്രാക്കേഴ്സ്, ഓൾ ദ പാക്കറ്റ്സിൽ വരുന്ന ഈ പൊട്ടാറ്റോ ഫ്രൈസ് അങ്ങനത്തെ സാധനം നമുക്ക് കാണുമ്പോൾ മനസ്സിലാവില്ല എന്താ സാധനം അല്ലേ. ഞാൻ സജസ്റ്റ് ചെയ്യുന്നത് നിങ്ങൾ ഫുഡിനെ അറ്റ്ലീസ്റ്റ് ഒരു 3 കാറ്റഗറി ആയിട്ട് തിരിക്കുക, എന്നിട്ട് പ്രയോറിറ്റൈസ് കൊടുക്കുക. അതിൽ ഫസ്റ്റ് പ്രയോറിറ്റി നിങ്ങൾ വെജിറ്റബിൾസ്, ലീവ്സ്, മീറ്റ്, ഈ 3 കാര്യങ്ങൾക്ക് ഫസ്റ്റ് പ്രയോറിറ്റി കൊടുക്കുക. സെക്കൻഡ് പ്രയോറിറ്റി നിങ്ങൾ കൊടുക്കുക നമ്മൾ പയറുവർഗ്ഗങ്ങളുണ്ടല്ലോ, നമ്മളെ പിന്നെ പരിപ്പുകൾ, ചെറുപയർ, കടലവർഗ്ഗങ്ങൾ, അങ്ങനത്തെ സാധനത്തിനും പിന്നെ അതേപോലെ തന്നെ പഴങ്ങൾക്കും കൊടുക്കുക. സെക്കൻഡ് പ്രയോറിറ്റി പഴവർഗ്ഗങ്ങളും പരിപ്പ് വർഗ്ഗങ്ങളും. തേർഡ് പ്രയോറിറ്റി ധാന്യങ്ങൾക്ക് കൊടുക്കുക, അതായത് നമ്മുടെ അരി, ഗോതമ്പ് പോലെയുള്ള സാധനം. ബാക്കിയുള്ള എല്ലാ സാധനത്തിനും നിങ്ങൾ ഒഴിവാക്കും. അമിതമായ ഷുഗറുള്ള ഡ്രിങ്ക്സ്, പാക്കറ്റ്സ് ഫുഡ്, ബേക്കറീസ്, പഫ്സ്, അത് ഇത് യു നെയിം ഇറ്റ്. ഇന്നലെ എൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞു ഞാൻ ഇന്നലെ ഒരുപാട് പച്ചക്കറി കഴിച്ചു, ബട്ട് അത് പിസൻ്റെ മേലെ ആയിരുന്നു. പിസൻ്റെ മേലെ 1-2 പച്ചക്കറി ഇങ്ങനെ സ്പ്രെഡ് ചെയ്യല്ലോ. വേറൊരു ഫ്രണ്ട് പറഞ്ഞു എനിക്ക് ഇന്നലെ ഞാൻ ഇന്നലെ ഒരുപാട് പ്രോട്ടീൻ കഴിച്ചു ബ്രോ. എന്താ കഴിച്ചത്? ചിക്കനാണ് കഴിച്ചത്. ഏതായിരുന്നു ഡിഷ്? പിസൻ്റെ മേലെയുള്ള ചിക്കനായിരുന്നു. കം ഓൺ ഗൈസ്. റൂൾ നമ്പർ 5, ദ ലാസ്റ്റ് റൂൾ, എയിം, ലക്ഷ്യം. നിങ്ങൾക്കൊരു എയിം ഉണ്ടായിരിക്കണം. എന്താണ് എയിം എന്ന് പറയുന്നത് ഉദ്ദേശിക്കുന്നത്? എന്താണ് ലക്ഷ്യം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഞാൻ പറഞ്ഞുതരാം. ഞാൻ 1 മാസം കൊണ്ട് 10 കിലോ കുറക്കും. 90 കിലോ ഉണ്ടായ ഞാൻ 75 കിലോ 15 കിലോ ഞാൻ 1 മാസം കൊണ്ട് കുറക്കും. ബ്രോ, നടക്കുന്ന കാര്യമല്ല, ഉള്ള കാര്യം പറഞ്ഞില്ല. നിങ്ങളുടെ ലക്ഷ്യങ്ങളെന്നും ചെറിയ ലക്ഷ്യങ്ങളായിരിക്കണം. എന്നിട്ടോ കൺസിസ്റ്റൻ്റ് ആയിട്ട് അതിനെ ചെയ്തുകൊണ്ടേയിരിക്കുക. ഇതാണ് നമ്മുടെ ലൈഫ്, ഓൾ അബൌട്ട് യുവർ ലൈഫ്. ചെറിയ ലക്ഷ്യങ്ങൾ
കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കുക. ഈ നേരത്തെ പറഞ്ഞ 10 കിലോ ഒരു മാസം കൊണ്ട് കുറക്കും എന്ന് പറഞ്ഞ ആൾക്കാരാണ് ഈ ജിമ്മിൽ പോയി ഫോട്ടോ ഇട്ടിട്ട് പിറ്റേന്ന് ബിരിയാണി കഴിക്കുന്നത്. 3 ദിവസം കഴിഞ്ഞാൽ ജിം ഓണർ റിച്ച്. അപ്പോൾ ചെറിയ ലക്ഷ്യങ്ങൾ എന്താണ്? ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യാം. ഞാൻ ഒരു ദിവസം 5000 സ്റ്റെപ്സ് എങ്കിലും നടക്കും. ഈസ് ദാറ്റ് വെരി ഡിഫിക്കൽട്ട്? ഐ ഡോണ്ട് തിങ്ക് സോ. നിങ്ങൾ വീട്ടിൻ്റെ ഉള്ളിൽ നിന്ന് നടക്കുന്നുണ്ട്, നിങ്ങൾ പുറത്തിറങ്ങി നടക്കുന്നുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഓഫീസിലേക്ക് പോകുമ്പോൾ ഓഫീസിൻ്റെ പാർക്കിങ്ങിൽ പാർക്ക് ചെയ്യാതെ അപ്പുറത്തുള്ള ബിൽഡിങ്ങിൽ പോയി കാർ പാർക്ക് ചെയ്യുക, എന്നിട്ട് ഓഫീസിലേക്ക് നടക്കുക. നിങ്ങളുടെ ബിൽഡിങ്ങിലേക്ക് എത്തുന്നതിൻ്റെ തൊട്ട് താഴെ ഇറങ്ങി ഒരു സ്റ്റെപ്പ് നടന്നിട്ട് ഫ്ലാറ്റിലേക്ക് കയറുക. ചെറിയ ലക്ഷ്യങ്ങൾ. നമ്പർ 2, ആഴ്ചയിൽ ഞാൻ 3 ദിവസം വർക്കൗട്ടിന് പോകും. ഏതൊരു ജിമ്മിൽ പോകും, അല്ലെങ്കിൽ വീട്ടിലിരുന്ന് പുഷപ്സ് അടിക്കാം, പുള്ളപ്സ് അടിക്കാം. ആഴ്ചയിൽ 3 ദിവസമെങ്കിലും എന്ത് ചെയ്യുക, ഞാൻ ജിമ്മിൽ പോകും. ഇതൊക്കെയാണ് ചെറിയ ലക്ഷ്യങ്ങൾ. ആർക്കും ചെയ്യാൻ പറ്റില്ല. നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഇൻസ്റ്റാഗ്രാമും പിന്നെ സ്ക്രീൻ ടൈമും ഒക്കെ ആയിട്ട് എത്രയോ അവേഴ്സ് നമ്മൾ വെറുതെ കളയുന്നില്ലേ? ഈ എത്രയോ അവേഴ്സിൽ വരും അരമണിക്കൂറോ 3/4 മണിക്കൂറോ പോരെ നമുക്ക് ഒന്ന് വർക്കൗട്ട് ചെയ്യാൻ വേണ്ടി. അതും ആഴ്ചയിൽ വെറും 3 ദിവസം. ഈസി ലക്ഷ്യം. ഇങ്ങനത്തെ ലക്ഷ്യങ്ങൾ വെക്കണം. അല്ലാതെ നമ്മൾ വലിയ ലക്ഷ്യങ്ങൾ വെച്ചാൽ വളരെ കുറച്ച് ആൾക്കാർക്ക് അത് അച്ചീവ് ചെയ്യാൻ പറ്റും. കൂടുതൽ ആൾക്കാരും പകുതിക്ക് വെച്ച് നിർത്തും. സോ 3 days എങ്കിലും എന്ത് ചെയ്യുക, ആഴ്ചയിൽ വർക്കൗട്ട് ചെയ്യുക. ഇനി അടുത്ത ദിവസം, ഒരു ദിവസം നിങ്ങൾക്ക് ആഴ്ചയിൽ ഇന്ന് വർക്കൗട്ട് ചെയ്യേണ്ട ദിവസമായിരുന്നു, പക്ഷെ എനിക്കിന്ന് ജിമ്മിൽ പോകാൻ പറ്റിയിട്ടില്ല, അല്ലെങ്കിൽ എനിക്കിന്ന് ടൈം കിട്ടിയില്ല എങ്കിൽ അതിനെ കോമ്പൻസേറ്റ് ചെയ്യാൻ വേണ്ടി വേറെ എന്തെങ്കിലും ചെയ്യണം. ഒരു 5000 സ്റ്റെപ്സും കൂടി എക്സ്ട്രാ നടക്കും. ഈ 5000 കേൾക്കുമ്പോൾ നിങ്ങൾ പേടിക്കേണ്ട കേട്ടോ. ഞാൻ ഇത്രയും നേരം ഈ വീഡിയോ ചെയ്യുമ്പോൾ കൈ അണങ്ങുന്ന ഒരു 5000 ടൈംസ് കൈ അണങ്ങിയിട്ടുണ്ടാവും. ഒന്നുകിൽ ഒരു വാക്കായിട്ട് തന്നെ വാക്കിന് വേണ്ടി പോകാം, അല്ലെങ്കിൽ നിങ്ങളുടെ ഡെയിലി ആക്ടിവിറ്റീസിൽ നടത്തത്തെ കൂടുതൽ ഗുണകരമാക്കാം. ഒരു കടയിൽ പോവുകയാണെങ്കിൽ സ്കൂട്ടർ എടുക്കാതെ നടന്നിട്ട് പോവാം. ഈവനിങ്ങിൽ വേണമെങ്കിൽ നിങ്ങളുടെ കളീഗ്സിൻ്റെ കൂടെ ഒന്ന് നടക്കാൻ പോവാം. സോ ലക്ഷ്യം വെരി ഇമ്പോർട്ടൻറ്റ്. അതിൻ്റെ കൂടെ കൺസിസ്റ്റൻസി. ഈസി വേ ഓഫ് ഡൂയിങ് ഇറ്റ്. ലക്ഷ്യങ്ങൾ വളരെ ചെറിയ കുറച്ച് കാലത്തേക്കുള്ള ലക്ഷ്യങ്ങളായിരിക്കണം. എന്നിട്ട് അത് കൺസിസ്റ്റൻ്റ് ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കണം. 100 കിലോ ഉള്ള ഒരാൾക്ക് 70 കിലോ ബോഡി വെയിറ്റ് ആക്കാൻ വേണ്ടി അയാൾ ആദ്യം അതിന് ഓരോ ആഴ്ച ഓരോ കിലോ വെച്ചിട്ട് കുറക്കാനുള്ളൊരു ലക്ഷ്യം ഉണ്ടാക്കുക. 99 ഒരാഴ്ച കൊണ്ട്, 98 അടുത്ത ആഴ്ച കൊണ്ട്, അങ്ങനെ കണ്ടിന്യൂസ്ലി ഒരു 7 to 8 months ടോട്ടൽ ടൈം എടുക്കുമായിരിക്കും. പക്ഷെ നമ്മുടെ ലക്ഷ്യങ്ങൾ ചെറിയ ലക്ഷ്യങ്ങളായതുകൊണ്ട് ഈസി ആയിട്ട് നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റും. അതേപോലെ എയിമിനെ പറ്റി പറയുമ്പോൾ, ഞാനിനി മുതൽ നല്ല ഭക്ഷണം മാത്രമേ കഴിക്കുള്ളൂ, ഞാൻ ഒരിക്കലും ഇനി ബർഗർ കഴിക്കൂല, ഞാൻ ഒരിക്കലും ഇനി ചിക്കൻ ബിരിയാണി തിന്നൂല, അങ്ങനെയൊന്നുമില്ല. ശ്രദ്ധിക്കേണ്ടത് നേരത്തെ പറഞ്ഞ ആവശ്യത്തിനാണോ ഞാൻ ഇന്ന് കഴിച്ചിട്ടുള്ളത്. അതായത് നാളെ എനിക്ക് ഒരു കല്യാണമുണ്ട്, ഒരുപാട് ഐറ്റംസ് എനിക്ക് എന്തായാലും ചെയ്തേ പറ്റും. ഒരു കാര്യം ചെയ്തോ, നിങ്ങൾ കല്യാണത്തിൻ്റെ ഒരു ദിവസം മുമ്പ് വളരെ മിനിമലായി കഴിക്കുക. രാവിലെ ചായ കുടിക്കുക, ചായൻ്റെ ഒപ്പമുള്ള കടി ഒഴിവാക്കുക. ഉച്ചക്ക് ചോറ് തിന്നാൽ ചോറിൻ്റെ കൂടെ ഇരിക്കുന്ന ഫ്രൈസും ജ്യൂസസും ഒക്കെ ഒഴിവാക്കുക. ചോറിൻ്റെ കൂടെ നല്ല വെജിറ്റബിൾസൊക്കെ കഴിക്കുക. വൈകുന്നേരത്തെ ചായ ഒഴിവാക്കുക. രാത്രിയും വേണമെങ്കിൽ പറ്റുമെങ്കിൽ എന്ത് ചെയ്യുക, ഭക്ഷണം ഒഴിവാക്കി പിറ്റേസ് ഉച്ചക്ക് പോയിട്ട് ഭക്ഷണം കഴിച്ചു നോക്കിയാൽ കല്യാണത്തിന് ഡിഫറെൻറ്റ് ലെവൽ സാറ്റിസ്ഫാക്ഷൻ. വിശക്കുന്നത് കൊണ്ട് ടേസ്റ്റും കൂടും. യെസ്, ട്രസ്റ്റ് മീ. ഫൈനലായിട്ട് എനിക്ക് പറയാനുള്ളത്, ഒറ്റ ദിവസം കൊണ്ടോ ഒരു മാസം കൊണ്ടോ ഒരു സാധനവും മാറില്ല. ഈ ഉണ്ടായിരിക്കുന്ന എല്ലാ സാധനങ്ങളും ഉണ്ടായത് ഒരുപാട് സമയം എടുത്തിട്ടാണ്. നമുക്കങ്ങനെ അത്ഭുതങ്ങളൊന്നും അറിയില്ല ഒരു ദിവസം കൊണ്ട് കാര്യങ്ങളെ മാറ്റി വയ്ക്കാൻ. അതുകൊണ്ട് ഈ പറഞ്ഞ 5 റൂൾസ് നമ്മുടെ ലൈഫിൽ എന്നും അപ്ലൈ ചെയ്യുക. എന്നിട്ടോ ചെറിയ ലക്ഷ്യങ്ങളായി ഇതിനെ ട്രാക്ക് ചെയ്തുകൊണ്ട്, നല്ല ഭക്ഷണം കഴിച്ചുകൊണ്ട്, ശരീരത്തെ ഒരുപാട് മൂവ് ചെയ്തുകൊണ്ട് മുന്നോട്ടേക്ക് പോകുക. ഫിറ്റ്നസ് എന്ന് പറയുന്നത് ഒരു മാരത്തോൺ പോലെയാണ്. അതൊരു സ്പ്രിന്റ് അല്ല, നമുക്ക് വേഗം ഓടി തീർക്കാൻ പറ്റിയൊരു സാധനമല്ല. മാരത്തോൺ പോലെ മെല്ലെ പോയി ആ ലക്ഷ്യത്തിലേക്ക് നമുക്ക് എത്താൻ പറ്റും. ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്രദമായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെന്താ ചെയ്യല്, ഷെയർ ചെയ്യുക. ബൈ.